ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് മുൽത്തസം എന്നാ പറയാം. ഈ മുൽത്തസമിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം, ഈ ഭാഗം പ്രത്യേകം പരിഗണിച്ച് നിങ്ങൾ ദുആ ചെയ്യണം. എപ്പോ? അത് തവാഫ് അല്ലാത്തൊരു സമയത്ത് പോയിട്ട്. ഇനി ഒരു തവാഫ് എങ്ങനെയാ തുടങ്ങുക? നമ്മളിപ്പോ ഇഹ്റാം ചെയ്ത് മക്കത്തെ റൂമിലെത്തി, ഉദൂ ചെയ്ത് കഅബത്തിന്റെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇവിടെ പണ്ട് കാലത്തൊരു വരണ്ടായിരുന്നു, ഇപ്പൊ ആ വരല്ല. ഇപ്പൊ നമ്മൾ വാതിൽ നോക്കുക, പള്ളിയുടെ ചുമരം ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും, ആ ലൈറ്റ് നോക്കുക. എന്നിട്ട് എവിടെയാ നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുക. നിൽക്കുമ്പോ ഇബ്നു ഹജർ തങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിൽക്കുന്നവന്റെ വലതുവശം ശരിക്കും ഇങ്ങനെ ചേർന്നിട്ട് ശരീരത്തിന്റെ മുഖ്യഭാഗം ഇങ്ങോട്ടാവണം. ഇങ്ങനെ മധ്യത്തിൽ നിൽക്കാൻ പാടില്ല, നെഞ്ചിന്റെ മധ്യമായിട്ട് നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല എന്ന് കിതാബ് പറയുന്നുണ്ട്. കാരണം ഇയാൾ ഇനി തിരുമ്പഴേക്ക് ഇയാളെ ശരിക്കും നൂല് പിടിച്ചാൽ ഇങ്ങനെ വരിക. അപ്പൊ ലേശ സ്ഥലം ഇടഭാഗം പോയി. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കണം. നമ്മളെ ഈ ഭാഗം കണക്കായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യുന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഇങ്ങനെ തിരിഞ്ഞാൽ കറക്റ്റ് ഈ മൂലന വരും. ആ മൂല കൂടി ഇടതുവശത്താവണം. എന്നിട്ട് വേണം തവാഫ് തുടങ്ങാൻ. ഇനി കുറച്ചുകൂടി ഇപ്പുറത്ത് തുടങ്ങിയാലും കുഴപ്പമില്ല. ഇനി ഇങ്ങനെ ചുറ്റി 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 വരുമ്പോ ഇവിടെ എത്തുന്ന സമയത്തും ഇവിടെ എത്തുമ്പോ ദാ ഒന്നിങ്ങനെ കൈ മുത്തുക. തിരിഞ്ഞു മുത്താൻ തിരക്കില്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു മുത്തിയാൽ പോലും ഇങ്ങനെ നിന്നിട്ടേ നടക്കാവൂ. എപ്പോഴും തവാഫ് ശരിയാണെങ്കിൽ കഅബ ഇടതുവശത്താവണം. ചില ആളുകൾ എന്ത് ചെയ്യും, ചുറ്റി ചുറ്റി വരുമ്പോ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇങ്ങനെ പോകും. ഇങ്ങനെ പോയാൽ എന്തായി, ഇങ്ങനെ മുത്തിയിട്ട് പോകും. മുത്തൽ പുണ്യം തന്നെ, പക്ഷെ അവന്റെ തവാഫ് ബാത്തിലായി. എന്താ കാരണം? മുത്തൽ സുന്നത്തും കഅബ ഇടതുവശത്താവൽ ഷർത്തുമാണ്. അതുകൊണ്ട് പരിഗണന എപ്പോഴും കൊടുക്കേണ്ടത് കഅബ ഇടതുവശത്താണോന്നാ. തിരക്കുണ്ടെങ്കിൽ തിരിയാൻ നിൽക്കണം. ഇങ്ങനെ പോകുമ്പോഴാ തല തിരിച്ചിട്ട് ബിസ്മില്ലാഹി നോക്കും, ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾ ഹജർ മുത്തിയില്ലെങ്കിലും നിങ്ങൾ ഹജർ തൊട്ടുമുത്തിയില്ലെങ്കിലും തവാഫ് ശരിയാവും. നെഞ്ച് കഅബക്ക് നേരിട്ടാൽ അവിടെ നിൽക്കണം. ഇങ്ങനെ നിന്നുകൊണ്ട് തിരിഞ്ഞിട്ടേ നടക്കാവൂ. ഇങ്ങനെ നിന്നു വിചാരിച്ച് തവാഫ് ബാത്തിലാവൂല, തിരിഞ്ഞിട്ടേ നടക്കാവൂ. ഒരാള് 1 ഇഞ്ച് സ്ഥലം ഇങ്ങനെ നടന്നു പോയാൽ അവന്റെ തവാഫ് ബാത്തിലായി. മനസ്സിലാവുണ്ടോ? അപ്പൊ ഹജർ മുത്തുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് തവാഫില്. ഹജർ മുത്താൻ അല്ലാത്ത സമയത്ത് വരാം. അങ്ങനെ വന്ന് തവാഫ് കൃത്യമായി ചെയ്യാം. ഇനി ഒരാൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു 3ഓ 4ഓ തവാഫായി, ഒരു 4 തവാഫായി, ഇവിടെ എത്തി, ഉദൂ മുറിഞ്ഞാൽ പോയിട്ട് ഉദൂ എടുത്ത് വരിക. എന്നിട്ട് എവിടെ നിന്നാണോ ഉദൂ മുറിഞ്ഞത്, ഇവിടുന്നാണോ എന്നാ ഇവിടുന്ന് തുടങ്ങുക, ഇവിടുന്നാണോ ഇവിടുന്ന് തുടങ്ങുക, എവിടുന്നാന്ന് അറിയില്ലേ എന്നാ ഇവിടുന്ന് തുടങ്ങുക, അത് രണ്ടാമത് ഇവിടുന്ന് തുടങ്ങുക, അജലസ്വന്റെ അവിടെ തുടങ്ങുക. എന്ന പോലെ ഒരാളിങ്ങനെ തവാഫ് ചെയ്യുന്ന തിരക്കി വമ്പിച്ചൊരു തിരക്ക് വന്ന് തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ പോയി, തിരിഞ്ഞു മറിഞ്ഞ് അങ്ങനെ പോയാൽ എന്ത് ചെയ്യാ? എത്ര സ്ഥലം നെഞ്ഞു നേരിട്ടു അല്ലെങ്കിൽ മറ്റു ഭാഗം നേരിട്ടു, അത്ര സ്ഥലവും കൂടി തവാഫിൽ ഉൾപ്പെടത്തക്ക വിധം തിരക്കില്ലെങ്കിൽ ബാക്കോട്ട് നടക്കുക. എന്നിട്ട് അത്രയും സ്ഥലം കൂടി കൂട്ടി ഇടതുവശത്തായിട്ട് നടക്കുക. സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്യാ? ഒരു ചുറ്റണ്ട് ഒഴിവാക്കുക. 3ാമത്തെ ചുറ്റിലാണ് തിരിഞ്ഞു മറിഞ്ഞെങ്കിൽ ആ തിരിഞ്ഞു മറിഞ്ഞ ചുറ്റ് എണ്ണണ്ട, ഒന്നും കൂടി ചുറ്റി വരിക. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു ചുറ്റ് കൂടിക്കോട്ടെ, ഒരു ചുറ്റ് പോയില്ലേ? അങ്ങനെ 7 ചുറ്റ് കാമിലായി ഇടതുവശം പൂർത്തിയാക്കി വരിക. ചുറ്റിൽ എല്ലാ ദുആകളും ചെല്ലാൻ പറ്റുമോ നോക്കുക. ഈ റുക്നുൽ യമാനി മുതൽ റുക്നുൽ ഹജർ വരെയുള്ള സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ള ദുആ ചെയ്യുക. ഇങ്ങനെയാണ് ഒരു പൂർണ്ണ തവാഫ്. അത് കഴിഞ്ഞാൽ വാതിലിന്റെ ഏകദേശം ഒരു 17 മുഴം ഇപ്പുറത്ത് ഹജർ, ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറുന്നൊരു കല്ലുണ്ട്. ആ കല്ലൊരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ കൂടല്ല, അതിന്റെ ഉള്ളിൽ ചെറിയ കല്ലുണ്ട്. അതാണ് മഖാം ഇബ്രാഹിം. അതിന്റെ പുറകിൽ നിന്ന് എത്ര പുറകോട്ട് പോയാലും കുഴപ്പമില്ല, എവിടെ പോയിട്ടെങ്കിലും 2 റക്അത്ത് തവാഫിന്റെ നിസ്കാരം നിസ്കരിക്കുക. ഞാൻ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. 1ാമത്തെ റക്അത്ത്